ഹലോ ഗൈസ്, നാളെ ഓണായിട്ട് ഞാൻ വിചാരിച്ചു പുതിയ മൺകലത്തിൽ കഞ്ഞി വെക്കാം. എനിക്ക് ഓൾറെഡി ഒരു മൺകലം ഉണ്ട്, അതപ്പോൾ ഇച്ചിരി പഴയതാണ്. അപ്പം ഞാനിന്ന് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയപ്പോഴത്തേനും അവിടെ വെച്ച് കണ്ടതാണ്. ഇത് എപ്പോഴും കാണാൻ പറ്റുന്നില്ല കേട്ടോ, വല്ലപ്പോഴും ഒരിക്കൽ ഇങ്ങനെയൊക്കെ ഈ മൺചട്ടിയിലേക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ വാങ്ങി 180 രൂപയാണ് ഒരു കലം, പിന്നെ ഒരു അടപ്പ് വാങ്ങിച്ചിട്ട് അത് രണ്ടും വാങ്ങി, ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. അതുപോലെ തന്നെ ഒരു അടപ്പ് പാത്രവും ഒരു മൺചട്ടി. പക്ഷെ ഇതിത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. സൗകര്യക്കുറവുണ്ടെന്ന് തോന്നുകയാണ്. വിസ്താരമുള്ള ചട്ടിയിൽ നമ്മൾ മീനൊക്കെ വയ്ക്കുമ്പോഴത്തേനും അത് ഇത്തിരി ഒരു കാണാനൊരു ഭംഗിയുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ആയിപ്പോയി. എന്നാലും ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. നിങ്ങളുടെ ഓണമൊക്കെ ഏതുവരെയായി? നാളെയല്ലേ ഓണം. ഞാൻ മാങ്ങയൊക്കെ ഇന്നേ ചെയ്ത് വയ്ക്കും കേട്ടോ. അപ്പം എനിക്ക് പെട്ടെന്ന് ജോലിയൊക്കെ എളുപ്പമാണല്ലോ. നമുക്ക് അച്ചാറുകളെല്ലാം ചെയ്ത് വയ്ക്കും. ഇഞ്ചി വെച്ച് വയ്ക്കും, നാരങ്ങ വയ്ക്കും, മാങ്ങ വയ്ക്കും. ഇതെല്ലാം പിന്നെ പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞു വയ്ക്കും, തേങ്ങ തിരികെ വയ്ക്കും. ഇതെല്ലാം ചെയ്താലും നമുക്ക് രാവിലെ തന്നെ ജോലികളൊക്കെ ഒരുക്കിയെടുക്കാം. അപ്പം ഞാൻ മാങ്ങ കട്ട് ചെയ്തെടുത്തു. പക്ഷെ മാങ്ങ ഒരു 3 മാങ്ങയോളം പഴുത്തതുണ്ടായിരുന്നു. അതിൽ ചെറുതായിട്ടൊരു മധുരം വെച്ച മാങ്ങയായിരുന്നു ഇത്. നല്ലതായിട്ട് വിളഞ്ഞ മാങ്ങയാണ് കേട്ടോ, നല്ലതുപോലെ വിളഞ്ഞു കിട്ടിയ മാങ്ങയാണ്. അപ്പോൾ അതിന് രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തു. പഴുത്തതിനെ സെപ്പറേറ്റും വെച്ചു, അതിന് ഇത് സെപ്പറേറ്റ് വെച്ചു. ഇപ്പോൾ പഴുത്ത മാങ്ങ ഞാൻ പെരട്ടി വെക്കും, ഇത് അല്ലാതെ മാങ്ങ കറിയായിട്ട് വെക്കും. ഇപ്പം പെരട്ടി വെക്കുന്നത് നമുക്ക് കുറച്ച് നാൾ ഇരിക്കും. പിന്നെ നാരങ്ങ വളരെ എളുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വായു നമ്മൾ തിരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് പോകണം. കത്തി എടുക്കാതെ കട്ട് ചെയ്ത് പോയാൽ മതി. കാണിച്ചു കണ്ടോ? ഇതിങ്ങനെ ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിന് കട്ട് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അച്ചാറുകളെല്ലാം ഇട്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ്. ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ രാത്രി തന്നെ നമ്മുടെ എല്ലാ ജോലികളൊക്കെ ഏകദേശം അങ്ങ് ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ കുരുവൊക്കെ പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഓണാഘോഷങ്ങളൊക്കെ എത്തിയോ? പുതിയ ഡ്രസ്സുകളൊക്കെ എടുത്തോ? വർഷങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും ഞാനും ഞങ്ങളുടെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഓണാഘോഷമാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ മാത്രമായിട്ട് ഓണാഘോഷിക്കുന്നത്. അതിനൊരു എന്തോ പോലെ എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ അതൊരു നല്ല ഒരു സന്തോഷമാണ്. എല്ലാവരും കൂടെ ഉള്ളൊരു ഓണം എന്നാലും ആഘോഷിക്കുന്നു. ഓണമായിട്ട് എൻ്റെതായ രീതിയിൽ എന്തെങ്കിലും ഒരു പാചകം കാണിച്ചില്ലെങ്കിൽ അത് മോശമില്ലേ? അപ്പം ഞാൻ എന്തായാലും മാങ്ങ പെരട്ടുന്നതിൻ്റെ ഒരു റെസിപ്പി നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. അതിലേക്കായിട്ട് ഞാനൊരു ചട്ടിയെടുപ്പത്ത് വെച്ച്, ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ നല്ലെണ്ണയിൽ അച്ചാറിടുന്നതാണ് നല്ലത്. അപ്പം ഞാൻ വെളിച്ചെണ്ണയിൽ ഇടാൻ പോവാണ്. കുറച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് കായം എടുത്തിട്ടുണ്ട്. അതിട്ട് നമുക്ക് അതിനെ ഒന്ന് മൂപ്പിച്ച് മാറ്റിയെടുക്കാം. കായം നല്ലതുപോലെ ഒന്ന് അതിനെ മൂപ്പിച്ചെടുക്കണം. കായം മൂത്ത് വന്നിട്ടുണ്ട്. അതിനെ ഒന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഒരു വറ്റൽമുളക്, ഒരു 1/4 സ്പൂണോളം, 1/4 സ്പൂൺ വേണ്ട കേട്ടോ, അത്രയും വേണ്ട. അത്രയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1/2 സ്പൂൺ ഉലുവാപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി,
1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, കുറച്ച് ഉപ്പ്, നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് മാറ്റി വെച്ചിരുന്ന കായവും കൂടെ അതിനൊന്ന് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചു. ആ ഗ്രേവി കുറച്ചൊന്ന് തണുത്താൽ മതി, ഒരുപാട് തണുക്കണ്ട. കുറച്ചൊന്ന് തണുക്കുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഈ പഴുത്ത മാങ്ങ അല്ലേ, അത് ഇതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഈ മാങ്ങ പുരട്ടിയത് വയ്ക്കാം. ഇനി ഇത് കറി വെക്കണം. അപ്പോൾ എന്തായാലും എല്ലാ റെസിപ്പിയും കൂടെ ചെയ്യുന്നില്ല, മാങ്ങ പുരട്ടിയതിൻ്റെ റെസിപ്പി മാത്രമേ ആൾക്കാർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഇപ്പം മാങ്ങയിൽ ഉപ്പൊന്നും പിടിക്കില്ല കേട്ടോ, ഉപ്പും കായവും ഒന്നും ഇപ്പം പിടിക്കില്ല. കുറച്ച് നേരം നമ്മളിത് അടച്ച് വെച്ചേക്കാം. അതിനുശേഷം ഫസ്റ്റ് ചെയ്യാം. നമുക്ക് ഇനി ഒരു മെയിനായിട്ടുള്ളൊരു സ്ഥലത്ത് പോകണം. 2-3 വാഴയില എടുത്തിട്ട് വരാം. ഓക്കെ, എന്തായാലും വാഴയില ഒപ്പിച്ചു. വാഴയില ഇല്ലാത്ത എന്തോ ഓണമല്ലേ. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ, നാട്ടിൻപുറത്തൊക്കെ എല്ലാ സ്ഥലങ്ങളിലും വാഴയിലൊക്കെ കിട്ടില്ലെങ്കിൽ പേപ്പർ വാഴയിലെങ്കിലൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇത് ഇപ്പം എടുത്ത് വെച്ചില്ലെങ്കിൽ ഇനി സന്ധ്യയാവും, പിന്നെ ഇത് മറന്നു പോകും. അതുകൊണ്ട് നാളെ എടുക്കില്ല, ഞങ്ങളൊക്കെ അങ്ങനെയാണ്. നാളെ ഇതൊന്നും ചെയ്യാറില്ല. ഞാൻ ബാലൻസ് ഇടുന്ന മാങ്ങ, പഴുത്ത മാങ്ങയെ പുരട്ടുകയും ചെയ്തു. ബാലൻസ് നല്ല വിളഞ്ഞ മാങ്ങയെ നമ്മൾ അച്ചാറിലേക്കായിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രേവി നല്ലതുപോലെ മാങ്ങ കറിയും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ അടച്ചു വെച്ചിരിക്കും. ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്. തണുത്ത് ഇനി നമുക്ക് ഓരോ ബോട്ടിലുകളിലൊക്കെ ആക്കി അതിനൊക്കെ അങ്ങ് സൂക്ഷിച്ച് വെക്കാം. പിന്നെ നാളത്തെ നല്ലൊരു ദിവസം, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ നാളെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യണം. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു. ബൈ ബൈ.